ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഇല്ലത്തിനു സമീപം മംഗലത്ത് എന്നൊരു നായർ ഭവനമുണ്ടായിരുന്നു. അയാളുടെ ജോലി ആഴ്വാഞ്ചേരി മനക്കിലെ കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. ആ ജോലിക്കു ശങ്കരനെ നിയമിച്ച കാലത്ത് മനക്കൽ അസംഖ്യം കന്നുകാലികൾ ഉണ്ടായിരുന്നു. അയാൾ കന്നുകാലികളെ അഴിച്ചുവിട്ടു കൊണ്ടുപോകുമ്പോൾ അവ പല വഴിയായി പോയി തുടങ്ങും. വിളിച്ചാലും പറഞ്ഞാലും ഒന്നും അവ അനുസരിക്കുകയില്ല. ആകപ്പാടെ 100-150 എണ്ണമുണ്ട്. അവയെല്ലാം മേയ്ക്കാൻ അയാൾ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അതിനാൽ അയാൾ വളരെ വിഷമിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം അയാൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഇരുന്നതിനാൽ ഒരു വടി കൊണ്ടൊരു പശുവിനെ ഒന്നടിച്ചു. അടി കൊണ്ടയുടനെ പശു അവിടെ വീണു ചത്തു. ശങ്കരൻ പശുവിൻ്റെ അടി കൊണ്ട ആ സ്ഥാനം നോക്കി മനസ്സിലാക്കി. പിന്നെ പശുവായാലും കാളയായാലും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അയാൾ ആ സ്ഥാനം നോക്കി ഒരടി കൊടുക്കും. അടി കൊണ്ടാലുടനെ ആ മൃഗം വീണു ചാവുകയും ചെയ്യും. അങ്ങനെ പതിവായി. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേക്കും കന്നുകാലികൾ മിക്കതും ചത്തുടങ്ങി. ശങ്കരന് ബുദ്ധിമുട്ടും വളരെ കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തമ്പ്രാക്കൾ തൻ്റെ കന്നുകാലികളെല്ലാം നന്നായിരിക്കുന്നുവോ എന്ന് നോക്കാനായി ചെന്നു. തൊഴുത്തുകളിൽ നോക്കിയപ്പോൾ അവ മിക്കവാറും ശൂന്യങ്ങളായിരിക്കുന്നതായി കണ്ടു. ഒരു തൊഴുത്തിൽ മാത്രം 1-2 പശുക്കൾ ഉണ്ടായിരുന്നു. അവയും പട്ടിണി കിടന്ന് ക്ഷീണിച്ച് ഏകദേശം ചാകാറായിരുന്നു. ഉടനെ തമ്പ്രാക്കൾ ശങ്കരനെ വിളിച്ച് നമ്മുടെ കന്നുകാലികളൊക്കെ എവിടെ എന്ന് ചോദിച്ചു. ശങ്കരൻ, അതങ്ങനെ ഇരിക്കും, ആരായാൽ എന്താ, കന്നുകാലികളായാലും വകതിരിവ് വേണം. പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കും. അടിയനോട് കളിച്ചാൽ എങ്ങനെയാണ് തമ്പുരാനി? തമ്പ്രാക്കൾ ആകെ ശങ്കിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, നീ എന്താണ് ശങ്കര പറയുന്നത്? ശങ്കരൻ, അവയൊക്കെ അസത്തുക്കളും അധിക പ്രസംഗികളുമായിരുന്നു തമ്പുരാനെ. പറഞ്ഞാൽ കേൾക്കുന്നതായി അതിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ചത്തു. പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേട്ടു നിൽക്കാഞ്ഞിട്ട് അടിയൻ ഓരോ വീക്ക് കൊടുത്തു. എല്ലാം മറിഞ്ഞു വീണ് ചാവുകയും ചെയ്തു. അവയെല്ലാം അസത്തുക്കളായിരുന്നു തമ്പുരാനെ. തമ്പ്രാക്കൾ ഇത് കേട്ട് ആകെ വിഷമിച്ചു. അയ്യോ മഹാപാപി, നീ ചതിച്ചല്ലോ. മുതൽ പോയതോ പോയി. അത് വല്ലതുമാകട്ടെ, നീ ഈ മഹാപാപമെല്ലാം കെട്ടിവെച്ചല്ലോ. ഇതിൻ്റെ ഒരംശം നമ്മുടെ തറവാട്ടിലേക്കുമായിരിക്കുമല്ലോ. നീ ഇനി എത്ര കാലം നരകം അനുഭവിച്ചാൽ ഈ പാപമെല്ലാം തീരും. ഇത് വലിയ കഠിനമായി പോയി എന്ന് പറഞ്ഞു. ശങ്കരൻ ഭയന്നുകൊണ്ട്, അയ്യോ, അടിയനൊന്നും വിചാരിച്ചില്ല. അടിയനൊന്നും അറിയാനും വയ്യ. പാപം എന്ന് പറഞ്ഞാൽ എന്താണ് തമ്പുരാനെ? ശങ്കരൻ കേവലം മൃഗപ്രായനായിരുന്നുവെന്നുള്ളത് സത്യമാണ്. അയാൾ പാപമെന്നും പുണ്യമെന്നും നരകമെന്നും സ്വർഗമെന്നും ഒന്നും കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ഒടുവിൽ പറഞ്ഞത് കേട്ടിട്ട് തമ്പ്രാക്കൾ പാപപുണ്യങ്ങളെയും നരകസ്വർഗങ്ങളെയും മറ്റും പറ്റി വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. ഓരോരോ നരകങ്ങളെയും നരകാനുഭവങ്ങളെയും കഷ്ടതകളെയും പറ്റി തമ്പ്രാക്കൾ വിവരിച്ചു പറഞ്ഞു കേട്ടപ്പോൾ ഭയവും വ്യസനവും സഹിക്കാൻ പാടില്ലാഞ്ഞിട്ട് ശങ്കരൻ കരഞ്ഞു തുടങ്ങി. എന്നിട്ട് തമ്പ്രാക്കളോട് അതിനുള്ള പോംവഴി ആരാഞ്ഞു. തമ്പ്രാക്കൾ, ഈ മഹാപാപം തീരാൻ ഗംഗാസ്നാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ശങ്കരൻ വീണ്ടും, അത് ചെയ്താൽ ഇത് തീരുമോ? തമ്പ്രാക്കൾ, അത് സംശയിക്കാനുണ്ടോ? കാശിയിൽ പോയി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും കഴിഞ്ഞാൽ തീരാത്ത പാപമില്ല. ശങ്കരൻ, എന്നാൽ അടിയൻ ഇപ്പോൾ തന്നെ യാത്രയാണ്. ഇനി ഈ പാപം തീർത്തിട്ടല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് അറിയിച്ചു. ഇപ്രകാരം പറഞ്ഞു തമ്പ്രാക്കളെ ഭക്തിപൂർവ്വം വന്ദിച്ചുകൊണ്ട് ശങ്കരൻ നായർ കാശിക്കു യാത്രയായി.